ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് തൊപ്പിയുടെ കൂടെ ഉണ്ടായിരുന്ന ഷമീർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്കകത്ത് ഹനാൻ ഷാനെതിരെയും അതുപോലെ തന്നെ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സായി കൃഷ്ണയ്ക്കെതിരെയും കുറേയധികം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഷമീറും ഇവർ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഈ ഒരു ഷമീർ മുമ്പോട്ട് വന്നേ എന്നുള്ള ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയറും ചെയ്ത് ഹൈപ്പും ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഇത് കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. സോ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും ഇവർ തമ്മിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത്. ആദ്യമേ ഉണ്ടെങ്കിൽ ഈ ഒരു ഷമീറിനെ കുറിച്ച് പറയും. ഷമീർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തി തൊപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രീമൊക്കെ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറായിട്ടുള്ള വ്യക്തിയുടെ കൂടെയാണ് ആദ്യമായിട്ട് ഈ ഒരു ഷമീറിനെ കാണുന്നത്. തൊപ്പി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു ലൈവിലൊക്കെ വന്ന് ഓരോന്ന് കാട്ടിക്കൂട്ടുന്ന രീതിയിലാണ് ആദ്യമേ ഫേമസ് ആയിട്ടുണ്ടായിരുന്നത്. ആ ഒരു തൊപ്പിയുടെ ഫ്രണ്ടായിരുന്നു ഷമീർ. പിന്നെ ഈ ഒരു സ്ട്രീമിങ്ങിലൊക്കെ വരുന്ന സമയത്ത് ഷമീറും വന്ന് വീഡിയോയിലൊക്കെ ഇരുന്ന് ഓരോ കോമാളിത്തരമൊക്കെ കാണിച്ച് ഭയങ്കരമായിട്ട് എല്ലാവരും സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ ഒരു ഷമീറിനെ പറ്റി. പിന്നെ സ്വന്തമായിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം സ്വന്തമായിട്ട് സ്ട്രീമിങ്ങിലൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഇടയ്ക്ക് വെച്ച് ഈ ഒരു തൊപ്പിയും ഷമീറും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഇവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നുള്ളൊരു ന്യൂസും കാര്യങ്ങളും വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഈ ഷമീറും അതുപോലെ തന്നെ ഷമീറിൻ്റെ കൂടെ തന്നെ മമ്മു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി, അതുപോലെ തന്നെ ജാസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രണ്ട്, ഇവർ 3 പേരും കൂടെ തൊപ്പിയുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നവരാണ്. അവരെല്ലാവരും വേറൊരു വീട്ടിലേക്ക് മാറി എന്നുള്ള രീതിയിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതിന് പ്രതികരണവുമായിട്ട് ഈ ഒരു ഷമീർ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ഞങ്ങളിപ്പം വേറൊരു സ്ഥലത്തേക്കാണ് എന്നുള്ള രീതിയിൽ. ആദ്യമേ ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം ഇത് കണക്ക് ഷമീറും ഈ ഒരു മമ്മുവും അതുപോലെ തന്നെ ജാസി എന്ന് പറഞ്ഞിട്ടുള്ള ഇവർ 3 പേരും കൂടെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ആ ലൈവിനകത്ത് തൊപ്പിയുമായിട്ട് ഇഷ്യൂ ഉണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തൊപ്പിക്കെതിരെ കുറേയധികം ആരോപണങ്ങളാണ് ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുണ്ടെങ്കിൽ ഈ ഒരു തൊപ്പി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. കോമാളിത്തരങ്ങൾ എന്ത് പറഞ്ഞാലും ചെയ്യുമായിരുന്നു. പക്ഷെ അവനുണ്ടെങ്കിൽ ഞങ്ങളെ ഉണ്ടെങ്കിൽ ഒരു ഫ്രണ്ടായിട്ട് പോലും കണ്ടിട്ടില്ല. ഞങ്ങൾക്കുണ്ടെങ്കിൽ പൈസ പോലും നേരെ ചൊവ്വേ തന്നിട്ടില്ല. അവൻ ലൈവിൽ വന്നിട്ട് ഓരോന്ന് പറയാറുണ്ട്, ഞങ്ങൾക്ക് ശമ്പളം തരാറുണ്ട് എന്നൊക്കെ. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ തന്നിട്ടില്ല. ഞാനുണ്ടെങ്കിൽ 2 മാസം മുമ്പ് സ്ട്രീം ചെയ്തുകൊണ്ട് അവിടുന്ന് തന്നെ സ്ട്രീം ചെയ്യുമായിരുന്നു. അതിൽ നിന്ന് മാസം നല്ല പൈസ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം അവൻ്റെ അക്കൗണ്ടിലാണ് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ പെങ്ങളുടെ നിശ്ചയമൊക്കെ വരുവാണ്. വന്ന സമയത്ത് ഞാൻ അവൻ്റെ അടുത്ത് ചെന്ന് ഇത്തിരി പൈസ വേണം എന്ന് ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞു ഇല്ല, ഞാൻ തരില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് ഞങ്ങൾ തമ്മിൽ വലിയ ഒരു രീതിയിൽ അടിയൊക്കെ ആയി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനുണ്ടെങ്കിൽ ഇപ്പം പുറത്ത് വന്ന് ഇതേ കണക്ക് എൻ്റെ ഉമ്മയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ടാണ് ഇപ്പം ഈ ഒരു സ്ട്രീമിങ്ങും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് തുടങ്ങിയത് എന്നുള്ളൊരു കാര്യം കൂടി ഷമീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തൊപ്പി ഉണ്ടെങ്കിൽ വീഡിയോയിൽ വന്ന് കാണിക്കുന്ന കാര്യങ്ങളൊന്നും സത്യമല്ല, എല്ലാം നാടകമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ കൂടെയുള്ള ഈ ജാസി എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻ ലൈവിൽ വെച്ചിട്ടൊരു TV ചവിട്ടി പൊട്ടിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതെല്ലാം ഈ ഒരു തൊപ്പി പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ ഇവൻ്റെ അടുത്ത് ജോലിക്ക് വന്ന എഡിറ്റേഴ്സ് ഉണ്ട്, അവൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വന്നവരൊക്കെ. അവർക്കൊന്നും പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു മമ്മു എന്ന് പറഞ്ഞിട്ടുള്ള ഇവനെ വരെ ഇവൻ്റെ ഉമ്മയൊക്കെ താമസിക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലാണ്. അവിടുത്തെ കാര്യങ്ങളൊന്ന് ശരിയാക്കാൻ ചോദിച്ചിട്ട് പോലും അവൻ പൈസ കൊടുത്തിട്ടില്ല. ഈ തൊപ്പി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരാൾക്ക് നല്ലത് ചെയ്യണമെങ്കിൽ അവന് പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ആർക്കും നന്ദി എന്ന് പറഞ്ഞിട്ടൊരു കാര്യങ്ങളൊന്നും അവന് ഇല്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോസിൽ കാണുന്ന തൊപ്പിയൊന്നും അല്ല യഥാർത്ഥ തൊപ്പി എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു ഷമീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു തൊപ്പി ഉണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂവും കാര്യങ്ങളുമായിട്ടുണ്ടായിരുന്നു. തൊപ്പിക്കെതിരെ കുറേയധികം നെഗറ്റീവ് കമൻറ്റ്സ് ആൾക്കാർ വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം തൊപ്പി ഉണ്ടെങ്കിൽ അന്ന് രാത്രി ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. വന്നതിന് ശേഷം ഈ ഷമീറിനെതിരെയൊക്കെയാണ് സംസാരിച്ചത്. ഷമീറൊന്നും നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല, ഇവനൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സ്വന്തം ഫ്രണ്ട് സഹോദരങ്ങളെ പോലെയാണ് ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവരുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ ഈ ഒരു വീട്ടിലൊക്കെ ഇരുന്ന് ഓരോ ലഹരി മരുന്നൊക്കെ ഉപയോഗിക്കുക. അതൊക്കെ തടഞ്ഞ സമയത്ത് അതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ സമയത്തുണ്ടെങ്കിൽ ഞാനുമായിട്ട് പ്രശ്നമാവുക. അതിന് ശേഷമാണ് തന്നെ ഭീഷണിപ്പെടുത്താനും തൻ്റെ കയ്യിൽ നിന്ന് പൈസയൊക്കെ ചോദിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് താൻ എതിർത്ത സമയത്താണ് ഇതുപോലെ മമ്മു ഓരോന്ന് വന്നിട്ട് മമ്മുവും അതുപോലെ തന്നെ ഈ ഒരു ഷമീറൊക്കെ ഈ വീഡിയോയിൽ വന്ന്
തനിക്കെതിരെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇതൊന്നും വിശ്വസിക്കരുത്. പിന്നെ ഇവർ പറയുന്ന പോലെയൊന്നും അല്ല ഇവരെ ക്യാരക്ടർ. ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീട്ടിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തൊപ്പി ഉണ്ടെങ്കിൽ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു ഷമീർ കട്ടിലിൽ കിടന്ന് സ്വകാര്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന് തൊട്ടടുത്ത് ഈ ഒരു ഷമീർ ഉണ്ടായിരുന്നു. ആ വീഡിയോ ആണ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. ഇത് വന്നതിന് ശേഷം ഈ ഒരു ഷമീറിനെതിരെയൊക്കെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് കൂടി ഇവർക്ക് കുറേയധികം എന്താ പറയുക, കുറച്ച് നല്ല രീതിയിൽ നെഗറ്റീവ് വന്നു എന്നതിന് പറയും. അതിന് മറുപടിയായിട്ട് ഈ ഒരു ഷമീറൊക്കെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവൻ പറയുന്നതൊന്നും വിശ്വസിക്കരുത്, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ആ ഒരു കട്ടിലേക്ക് കിടന്ന് അങ്ങനെ ചെയ്തു എന്നുള്ള സത്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു മമ്മു എന്ന് പറഞ്ഞാൽ അവനായിട്ടൊരു വല്ലാത്തൊരു രീതിയിലുള്ള ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. തൊപ്പി ഉണ്ടെങ്കിൽ നല്ല മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് അവനുണ്ടെങ്കിൽ ഈ പറയുന്നതൊന്നും അല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് കുറേയധികം കാര്യങ്ങൾ തൊപ്പിക്കെതിരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഇവൻ്റെ അടുത്ത് വരുന്ന പെൺകുട്ടികളെ പറ്റി മോശമായിട്ട് പറയുന്ന ഒരു കാര്യവും അതുപോലെ തന്നെ ഇവൻ ലഹരി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അവൻ പറഞ്ഞ് ഞാനാണ് ലഹരിയൊക്കെ ഉപയോഗിക്കുന്നത്, സപ്ലൈ ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കുണ്ടെങ്കിൽ ആ ഒരു വീട്ടിൽ വന്ന് സ്വാധീനമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. തൊപ്പിയാണ് അധികം സ്വാധീനമൊക്കെ ഉള്ള ആൾ. എന്നിട്ട് അവനുണ്ടെങ്കിൽ ഇത് തടയാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് എന്ത് കള്ളമാണ് പറയുന്നത്. അവനാണ് ഇത് കണക്ക് എല്ലാം ഉപയോഗിക്കുന്നത്. അതുണ്ടെങ്കിൽ ഞങ്ങളുടെ തലയിലേക്ക് അടിച്ച് ഏൽപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പെൺകുട്ടികളെ പറ്റി വളരെ മോശമായിട്ട് പറയാറുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു ഷമീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് ഹനാൻ ഷായെക്കുറിച്ച് ഇതിൽ സംസാരിക്കുന്നത്. ഹനാൻ ഷായുടെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഹനാൻ ഷായുടെ ഫ്രണ്ടിൻ്റെ ഒരു വൈഫുണ്ട്. ആ ഒരു വൈഫിനെ പറ്റി ഒരു തൊപ്പി അനാവശ്യം പറഞ്ഞെന്നും അതിൻ്റെ വോയിസ് തൻ്റെ കയ്യിലുണ്ട് എന്നുള്ളൊരു കാര്യം അത് പുറത്ത് വിടുകയൊക്കെ ഒരു ഷമീർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പുറത്ത് വിട്ടതിന് ശേഷം ഭയങ്കരമായിട്ട് ചർച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. തൊപ്പി ഇതുപോലെ ഇത്രയും വൃത്തികേടായിട്ടാണോ സംസാരിക്കുന്ന ഒരു സ്ത്രീയെ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും തൊപ്പിക്കെതിരെ നെഗറ്റീവൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം തൊപ്പി വലുതായിട്ട് ലൈവോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്ന കുറവായിരുന്നു. മെയിനായിട്ട് ചെറിയൊരു വീഡിയോ ഇട്ട് പറഞ്ഞ് ഇനിയല്ല ഞാൻ നിയമപരമായിട്ട് മുമ്പോട്ട് പോകും, ഇവരെ ഉണ്ടെങ്കിൽ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് എല്ലാ സത്യങ്ങളും എൻ്റെ സത്യങ്ങൾ ഞാൻ തെളിയിക്കും എന്നുള്ളൊരു കാര്യം കൂടിയാണ് തൊപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഹനാൻ ഷാ ഈ ഒരു കാര്യത്തിലേക്ക് വരുമായിരുന്നു. ഹനാൻ ഷാ ഇതേ കണക്ക് ഈ ഒരു വീഡിയോ കാണുകയും തൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിനെ കുറിച്ച് ഇതേ കണക്ക് പറഞ്ഞതുകൊണ്ട് ആ ഒരു വീഡിയോ ഒക്കെ ഡിലീറ്റാക്കി കളയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഈ ഒരു തൊപ്പി ഇവരിൽ നിന്നും ഞാനുണ്ടെങ്കിൽ പല ഷോസിൽ വെച്ച് കണ്ടിട്ടുണ്ട്, നല്ല രീതിയിൽ പരിചയമൊക്കെ ഉണ്ട്, നല്ല ആൾക്കാരാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരിക്കലും ഇതുപോലെയൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു പെൺകുട്ടിയെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ ഇതിനെ നിയമപരമായിട്ട് തന്നെ നേരിടാൻ ഞങ്ങൾ റെഡിയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഹനാൻ ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളതിനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും പരാതി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയെ കാണുകയും എല്ലാ കാര്യങ്ങളും ഇനി ഞങ്ങൾക്ക് ചെയ്തു തരാമെന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിന് ഞങ്ങളുടെ പെൺകുട്ടിക്ക് നേരെ ഇതേ കണക്ക് പറഞ്ഞ ഒരാളെയും വെറുതെ വിടത്തില്ല. പിന്നെ ഉണ്ടെങ്കിൽ തൊപ്പി ഇതേ കണക്ക് അതിനെതിരെ വന്നിട്ട് വീഡിയോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ പോലും വിശ്വസിക്കത്തില്ല. പിന്നെ ഞങ്ങൾ വിശ്വസിക്കുമെന്നാണ് വിചാരിച്ചേക്കുന്നത്. എന്തായാലും ഇതുമായിട്ട് മുമ്പോട്ട് തന്നെ പോകും, ആരെയും വെറുതെ വിടത്തില്ല എന്നുള്ളൊരു കാര്യം കൂടിയായിരുന്നു ഹനാൻ ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു ഷമീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹനാൻ ഷാ ഇതിലേക്ക് ഇടണം എന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഹനാൻ ഷായ്ക്ക് ഇതിനു മുമ്പ് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം പറയും എന്നൊക്കെ. പക്ഷേ ഹനാൻ ഷാ അത് കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹനാൻ ഷാ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഇതേ കണക്കുള്ള വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് അവരത് ഡിലീറ്റാക്കി കളയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഷമീർ കുറേയധികം വീഡിയോസ് ഡെയിലി വന്നിട്ട് ഞാൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞിട്ട് ഓരോ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ ഇത് കണക്ക് തൊപ്പി പറഞ്ഞ കണക്ക് ലഹരിയോ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ എന്തായാലും ഞാൻ പോലീസൊന്നും കാണാതെയൊക്കെ ഒരിടത്ത് നിൽക്കുവാണ്. ഇനി എന്നെ പിടിച്ചു കഴിഞ്ഞാൽ തൊപ്പിയുടെ സ്വാധീനമൊക്കെ വെച്ച് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ ദിവസം വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഒരു സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സായി കൃഷ്ണയായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്. എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ലഹരിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സായി കൃഷ്ണ ഈ ഒരു വീഡിയോയിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൻ പറയുന്നുണ്ട് ഇവൻ ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാം തെളിയിക്കാമെന്നുള്ളത്. കാര്യം അങ്ങനെയാണെങ്കിൽ നീ ടെസ്റ്റ് ചെയ്തിട്ട് കാണിക്കുകയെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷമീർ ഉണ്ടെങ്കിൽ ഒരു ദിവസം ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് റിസൾട്ട് വന്നു, ഇതാണ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് അത് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയെങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാമല്ലോ, ഞാനുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഇതേ കണക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത്. തൊപ്പിയാണ് ഇനി എല്ലാം തെളിയിക്കേണ്ടത്, അവൻ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷെ അവനെ കാണാനില്ല, അവൻ ഏതോ മലമുകളിൽ പോയി നിൽക്കുവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എന്തായാലും അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു സീക്രട്ട് ഏജൻറ്റ് ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നീ ഉണ്ടെങ്കിൽ ആ ഒരു കാണിച്ചത് സോഫ്റ്റ് കോപ്പിയാണ്, ഹാർഡ് കോപ്പി അല്ല. ഇപ്പോൾ നമുക്ക് റിസൾട്ടൊക്കെ കിട്ടുമ്പോൾ ഹാർഡ് കോപ്പി ആയിട്ടൊക്കെ കിട്ടുന്നത് അത് കാണിക്കുക. അതിനകത്ത് ചില സൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കങ്ങനെ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇപ്പം നീ ഒരു ഫോട്ടോ കോപ്പി പോലെയാണ് കാണിച്ചേക്കുന്നത്. അതിൽ നിനക്ക് റിസൾട്ട് തിരുത്താനെല്ലാം കാര്യങ്ങളും പറ്റും. നീ ഉണ്ടെങ്കിൽ യഥാർത്ഥ ഹാർഡ് കോപ്പി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീക്രട്ട് ഏജൻറ്റ്. എന്തായാലും അതിന് ശേഷം ഈ ഒരു ഷമീർ ലൈവിൽ വന്നിട്ട് ഇതേ കണക്ക് ഞാൻ കാണിച്ചിട്ട് പോലും പലരും വിശ്വസിക്കുന്നതൊന്നുമില്ല. എന്തായാലും അവർക്ക് വിശ്വാസമാവുന്ന രീതിയിൽ ഒരെണ്ണം കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അടുത്ത ദിവസം ഇതേ കണക്ക് പോയി ടെസ്റ്റ് ചെയ്തതിന് ശേഷം റിസൾട്ടൊക്കെ വാങ്ങിച്ചിട്ട് കാണിക്കുന്ന ലൈവിൽ വന്ന് ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമായോ, ഇതാണ് ഹാർഡ് കോപ്പി, നിങ്ങൾക്ക് നോക്കാം എൻ്റെ യൂറിൻ ടെസ്റ്റ് ചെയ്തതാണ്, ഇതിനകത്ത് നെഗറ്റീവാണ്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായോ? കുറേയധികം പേർക്ക് നമ്മളിൽ ഡൗട്ടൊക്കെ ഉണ്ട്, അവർക്കെല്ലാം ഡൗട്ട് മാറിക്കാണും എന്ന് താൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം സീക്രട്ട് ഏജൻറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ള് കാണുകയും അതിനെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കുണ്ടെങ്കിൽ നീ നെഗറ്റീവ് അല്ലെങ്കിൽ നീ കള്ളമാണ് പറയുന്നതെന്ന് എനിക്ക് പെട്ടെന്ന് തെളിയിക്കാൻ പറ്റുന്നേ ഉള്ളൂ. നീ ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത ലാബിലൊക്കെ ഞാൻ വിളിച്ച് അന്വേഷിച്ച സമയത്ത് അറിഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു തെളിവും കാര്യം ഹാർഡ് കോപ്പി ആയിട്ട് വന്നിട്ട് കാണിച്ചപ്പോഴത്തേനും എല്ലാവരും വിശ്വസിക്കുമെന്നൊക്കെയാണ് നീ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഞാനിത് വിശ്വസിക്കുകയൊന്നുമില്ല. നിൻ്റെ കൂടെ ആ സമയത്ത് ജാസിയൊക്കെ ഉണ്ട്, അവനിതൊന്നും ഉപയോഗിക്കാത്തതാണ്. അവൻ്റെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം എപ്പോഴും മനസ്സിലാകാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നിൻ്റെ യൂറിൻ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ യൂറിൻ ആയിരിക്കും ഉപയോഗിച്ചിട്ടുള്ളത്. എന്തായാലും അല്ലാതെ തന്നെ ഇപ്പം തെളിയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇവനുണ്ടെങ്കിൽ ഈ ഷമീർ ഹാർഡ് കോപ്പി കാണിച്ചല്ലോ, അതിനകത്തൊരു SD നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടുവച്ചോ. എന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷമീർ തന്നെ ഒരു ലിങ്ക്, ഒരു ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ അവനിട്ട വീഡിയോയുടെ താഴെ തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുവഴി കയറി നോക്കിയാൽ എൻ്റെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ലിങ്ക് വഴി നമുക്ക് കയറാം. ഈ ഒരു ലിങ്കിൽ കയറുമ്പോഴത്തേന് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഷമീറിൻ്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് നെഗറ്റീവാണ്, ഉപയോഗിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഇവൻ അതായത് ആദ്യമായിട്ടൊരു റിസൾട്ട് കൊണ്ടുവന്ന് കാണിച്ചല്ലോ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കണക്കിത് കറക്റ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, എൻ്റെ ഹാർഡ് കോപ്പി കാണിക്കാൻ പറഞ്ഞു. പക്ഷേ അതവൻ കാണിച്ചില്ല, അതിന് പകരം പുതിയൊരു ടെസ്റ്റ് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അന്ന് അവൻ വീഡിയോ ഇട്ട ഒരു വീഡിയോ നമുക്ക് പോയി കാണാം. അതിനകത്ത് ഇതേ കണക്ക് ആ ഒരു സോഫ്റ്റ് കോപ്പി കാണിക്കുവാണെങ്കിലും അതിനകത്ത് ഈ ഒരു SD നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്. അതുണ്ടെങ്കിൽ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്കുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അന്നത്തെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതുണ്ടെങ്കിൽ ഇതിനകത്ത് അടിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു നമ്പർ അവനുണ്ടെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് ആ ഒരു ഫോട്ടോ, നിങ്ങൾ നോക്കി തന്നെ ഷമീറിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ ഒരു നമ്പർ ഇതേ കണക്ക് അടിക്കുമെന്ന് പറഞ്ഞാൽ അടിച്ച് നോക്കുകയും അപ്പോഴത്തേനുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. വന്നപ്പോഴത്തേന് ഈ ഷമീർ ആദ്യം എടുത്ത ടെസ്റ്റിൽ പോസിറ്റീവ് എന്നാണ് കാണിച്ചേക്കുന്നത്. എന്നിട്ട് ഇത് വെളിയിൽ വന്നപ്പോഴത്തേനുണ്ടെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞൊരു കാര്യം, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അന്ന് പോസിറ്റീവായിരുന്നു, പക്ഷെ അതുകൊണ്ടാണ് അവൻ സോഫ്റ്റ് കോപ്പി കാണിച്ചത്, അതിൽ തിരുത്താൻ പറ്റും. പക്ഷേ ഇപ്പം ഇട്ട ഈ ഒരു വീഡിയോയിൽ അവൻ ഉപയോഗിച്ച ആ ഒരു ലിങ്ക് തന്നത് വെച്ച് തന്നെ നമുക്ക് അവൻ ചെയ്ത കള്ളത്തരം വെളിയിൽ കൊണ്ടുവരാൻ പറ്റി. ഇനിയിപ്പോൾ ഇതിന് മറുപടിയായിട്ട് അവൻ എന്താണ് വരുന്നതെന്നാണ് എനിക്ക് അറിയേണ്ടത്. ഇനി മറുപടി തരുമോ ഇല്ലയോ എന്ന് തന്നെ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇതാണ് സംഭവം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം ഷമീർ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഷമീർ ഉണ്ടെങ്കിൽ ഹനാൻ ഷായ്ക്കെതിരെ അതുപോലെ തന്നെ ഈ ഒരു സീക്രട്ട് ഏജൻറ്റിനെതിരെ സംസാരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹനാൻ ഷാൻ്റെ ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ, ഹനാൻ ഷാ ഇതേ കണക്ക് തൻ്റെ കൂട്ടുകാരൻ്റെ വൈഫിനെ ഇതേ കണക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തനിക്കെതിരെ വിളിച്ചിട്ട് കുറേയധികം നല്ല പിള്ളയൊക്കെ ചമഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഹനാൻ ഷാനെതിരെ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വന്നത് കുറേയധികം പേർക്ക് അറിയാമായിരിക്കും. ഇനി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇതേ കണക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ഹനാൻ ഷാ ഏതോ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പടത്തിലെ മെയിൻ ആക്ടർ ഏതോ ഒരു പെൺകുട്ടിയെടുത്ത് മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു പെൺകുട്ടി ഒരു ഇൻഫ്ലുവൻസറായിട്ടുള്ള വ്യക്തി ഇൻസ്റ്റാഗ്രാമിൽ കുറേയധികം സ്കാമൊക്കെ എക്സ്പോസ് ചെയ്യുന്ന ആളാണ്. അപ്പം ആ ഒരു വ്യക്തിയെടുത്ത് പറഞ്ഞു, ആ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇത് കണക്ക് വീഡിയോസൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഹനാൻ ഷാ ഉണ്ടെങ്കിൽ ഈ ഒരു നടൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഹനാൻ ഷായും ആ ഒരു ഇൻഫ്ലുവൻസറും നല്ല ബോണ്ടിങ് ഒക്കെയാണ്. അപ്പം ഹനാൻ ഷാ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വിളിച്ചിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടനിലയായിട്ട് നിന്നു എന്നുള്ള കാര്യം, ഒരു ഹനാൻ ഷാ നിന്നു എന്നുള്ളത് ഒരു വേറൊരു ഇൻസ്റ്റാഗ്രാമർ അത് എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ഹനാൻ ഷാ ഇത് കണക്കൊക്കെ ചെയ്തു, ആ ഒരു പെൺകുട്ടിയെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ ഒരു വ്യക്തികളെല്ലാം പൈസയൊക്കെ നേടി എന്നുള്ള ഒരു ആരോപണങ്ങളും കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു.
അതിന് മറുപടിയുമായിട്ട് ഹനാൻ ഷാ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് കുറേയധികം പേര് കുറേ ഇൻസ്റ്റാഗ്രാമറൊക്കെ എനിക്കെതിരെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടനിലയായിട്ട് നിന്നിട്ട് പൈസയൊക്കെ അടിച്ചു മാറ്റി അത് വെച്ച് കുറേയധികം കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ. നിങ്ങൾ സത്യം അറിയാതെയാണ് ഓരോന്ന് പറയുന്നത്. ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള സത്യമാണ്. ആ സമയത്ത് അതിൻ്റെ നടൻ എൻ്റെ അടുത്ത് വന്ന് ഇത് കണക്ക് സംസാരിച്ചു. ആ ഒരു വ്യക്തിയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ആളല്ലേ, ഒന്ന് വിളിച്ച് എന്നെയായിട്ട് കണക്ട് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വേറെ നിവൃത്തിയില്ലാതാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഇഷ്യൂ ആണ് എന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അതിനുശേഷം അവർ പൈസ എന്തോ കൈമാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലറിയാതെ ഞാൻ ഇടയിൽ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഹനാൻ ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു വീഡിയോ ഹനാൻ ഷാ ഇട്ടതിന് ശേഷം കുറേയധികം പേര് നെഗറ്റീവായിട്ട് തന്നെ ഹനാൻ ഷായ്ക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, നിനക്കാണെങ്കിൽ ഇതിൽ താല്പര്യമില്ല എന്ന് അവരുടെ അടുത്ത് പറഞ്ഞുകൂടെ, ഇതേ കണക്കൊരു പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ കാര്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹനാൻ ഷായ്ക്കെതിരെ ഇപ്പോഴും ഇന്നത്തെ ദിവസം കൂടി ഭയങ്കര നെഗറ്റീവ് കമൻസൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഷമീർ ഇതിനെപ്പറ്റിയാണ് പറഞ്ഞത്. എന്നെ വിളിച്ചിട്ട് ഇത് കണക്ക് കൂട്ടുകാരൻ്റെ വൈഫിനെ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംസാരമൊക്കെ ആയിരുന്നു. പക്ഷേ ഇതേ കണക്ക് വേറൊരു പെൺകുട്ടിക്ക് നടന്നപ്പോൾ അതിനൊന്നും അവന് സംസാരിക്കാനോ അല്ലെങ്കിൽ കേസുമായിട്ട് മുമ്പോട്ട് പോകാനൊന്നും സമയമില്ല, അല്ലെങ്കിൽ അതൊന്നും ചെയ്യത്തില്ല എന്ന് പറയാനൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ഓരോരുത്തർ ഓരോ സ്റ്റാൻഡാണ്. എന്തായാലും ഹനാൻ ഷായുടെ കാര്യം ഇപ്പോൾ എല്ലാം പൊളിഞ്ഞിട്ടുണ്ട്. ഈ ഹനാൻ ഷായൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സീക്രട്ട് ഏജൻ്റൊക്കെ വീഡിയോ ചെയ്യുന്നത്. ഈ സീക്രട്ട് ഏജൻ്റൊന്നും ഈ ഒരു ഹനാൻ ഷായ്ക്കെതിരെ വീഡിയോ ഒന്നും ചെയ്തില്ലല്ലോ. കാരണം ഹനാൻ ഷായൊക്കെ മലബാറുള്ള അവരുടെ ഫ്രണ്ട്സാണ്, മലബാർ ടീംസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണ്. അതുപോലെയാണ് തൊപ്പിയും തെറ്റ് ചെയ്തു. പക്ഷേ തൊപ്പിയും ഭയങ്കരമായിട്ട് ചെറുതായിട്ടൊന്ന് ചീത്തയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഭയങ്കര മലബാർ സൈഡുകൊണ്ട് അവരെ ഫുള്ളങ്ങ് സപ്പോർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഷമീർ പറഞ്ഞൊരു കാര്യം, ഇതേ കണക്ക് ഈ ഒരു സീക്രട്ട് ഏജൻറ്റ് മലബാർ ആൾക്കാരെ ഫുൾ സപ്പോർട്ടാണ്, അവരെന്ത് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ നമ്മളെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലാണ് ഭയങ്കര പ്രശ്നം. നമ്മൾ അവിടെയൊക്കെ ഉള്ളവർ തന്നെയാണ്, അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഭയങ്കര ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് വലിയ ഫോളോവേഴ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഷമീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ, അതായത് ലേറ്റസ്റ്റായിട്ട് ഷമീർ ഇട്ട വീഡിയോയിൽ ഫുള്ള് ഈ ഒരു സീക്രട്ട് ഏജൻറ്റിന് ഹനാൻ ഷായുടെയൊക്കെ കാര്യങ്ങളാണ്. ഇവരെല്ലാം തെറ്റ് ചെയ്യുന്നുണ്ട്, ഇവർക്ക് പക്ഷേ കുഴപ്പമില്ല, ഇവർക്കെല്ലാം വലിയ ഫോളോവേഴ്സൊക്കെ ഉള്ളതുകൊണ്ടാണ് എല്ലാവരും സപ്പോർട്ട്. നമ്മളുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞു, നമ്മളെ ഉടനെ തന്നെ ഓരോ CID ഒക്കെ ആവാനൊക്കെ ഓരോരുത്തർ വന്നിട്ടുണ്ടായിരുന്നു. സീക്രട്ട് ഏജൻറ്റ് അവർക്ക് സ്വന്തം ഫ്രണ്ട്സായിട്ടുള്ളവരുടെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് സീക്രട്ട് ഏജൻറ്റിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും സീക്രട്ട് ഏജൻറ്റിന് ഇതിനെതിരെ ഒരു മറുപടി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനുണ്ടെങ്കിൽ ആരെയും സപ്പോർട്ട് ചെയ്തൊന്നും സംസാരിച്ചിട്ടില്ല, ആര് തെറ്റ് ചെയ്താലും അവർ തെറ്റെന്ന് തന്നെ പറയും. പിന്നെ നിൻ്റെ കാര്യം, നീ ഉണ്ടെങ്കിൽ കള്ളത്തരം കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാൻ ശ്രമിച്ചപ്പോൾ അത് ഞാൻ പുറത്ത് കൊണ്ടുവന്നത്, അല്ലാതെ നീ വലിയ നന്മ മരമൊന്നും അല്ലല്ലോ നിന്നെ ടാർഗറ്റ് ചെയ്യാൻ. നീ ടാർഗറ്റ് ചെയ്തു, നിന്നെ ഭയങ്കരമായിട്ട് ഒതുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത്. നീ ഉണ്ടെങ്കിൽ തെറ്റ് ചെയ്തു, അത് തുറന്നു പറയാതെ നീ ഉണ്ടെങ്കിൽ തന്നെ വന്നിട്ട് ഫേക്കായിട്ടുള്ള ഓരോ റിസൾട്ടുമായിട്ട് വന്നു. അപ്പോൾ നീയല്ലേ യഥാർത്ഥ കള്ളൻ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. അത് എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ CID കളിക്കുകയാണെന്നത് CID കളിക്കുക, അതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ കാണിച്ച കള്ളത്തരം ഞാൻ പുറത്ത് കൊണ്ടുവന്നതേ ഉള്ളൂ എന്നാണ് ഈ ഒരു സീക്രട്ട് ഏജൻറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഷമീർ തന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും ആ ഒരു സമയത്ത് എന്തോ ഒരു തോന്നലിൽ പറഞ്ഞതാണ്, ഞാനും സീക്രട്ട് ഏജൻറ്റുമായിട്ട് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞങ്ങളിപ്പോൾ 1 മണിക്കൂർ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം സോൾവ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് വീഡിയോ ആയിട്ട് മുമ്പോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് എന്നുള്ളതാണ് ഷമീർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതാണ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നടന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.